ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിതാ നമസ്തസ്യേ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡേറ്റും സമയവും എടുത്തു വെക്കുക. ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് ആനുകാലിക സംഭവ വികാസങ്ങൾ ഏതും പരാമർശിക്കാതെ ഞാൻ ഇവിടുന്ന് പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോഴുള്ള സംഭവങ്ങൾ സിനിമയാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറയണമല്ലോ. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു സംഭവം നമ്മളെ നാട്ടിൽ നടക്കുമ്പോൾ ഞാൻ മൗനിയാവുന്നത് ശരിയല്ലല്ലോ. അതായത് ഇതിനെക്കുറിച്ച് ശരിയായ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ എത്തിച്ചേർന്ന നിഗമനം. അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമില്ല. ഞാൻ ഈ സിനിമാ നടന്മാരെയോ നടികളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയോ ഒന്നും ആരാധിക്കുന്ന മനുഷ്യനല്ല. അതുകൊണ്ട് ഞാൻ വളരെ ഫ്രീ ആണ്. കാരണം ചിലർക്ക് ഇത് തലയിൽ കയറിയിട്ട് ലാലേട്ടൻ, മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ DQ ഇത് മറിച്ചത് അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ തലയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഉറക്ക് കുറവായിരിക്കും അവർക്ക്. എന്നെപ്പോലെ വളരെ അപൂർവ ആൾക്കാരാണ് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടാവുക. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. ഞാൻ എന്തുകൊണ്ടോ കുട്ടിക്കാലം മുതലേ ചില നടന്മാരെ ഇഷ്ടമായിരുന്നു, അതില്ലെന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് ആദ്യം ജയനും നസീറൊക്കെ ആയിരുന്നു. അത് വളരെ ചെറിയ പ്രായത്തിൽ. പിന്നീട് കുറച്ച് വളർന്നപ്പോൾ ഏതാണ്ട് മോഹൻലാലും നമ്മളെ നായകനായി മാറി. അതിനുശേഷം മോഹൻലാലിനൊക്കെ ഇഷ്ടമായിരുന്നു. അതല്ലാതെ ആരാധനയില്ല. ഈ മനുഷ്യർക്ക് പലർക്കും വരുന്നത് അതാണ് ആരാധന, അന്ധമായ ആരാധന. അത് തമിഴ്നാട്ടിലൊക്കെ അതിൻ്റെ ഭീകരരൂപം പ്രാപിച്ചിരിക്കുന്ന സ്ഥലമാണ്. അതിനുവേണ്ടി കൊലപാതകം വരെ നടത്തും അവർ. ആന്ധ്രാപ്രദേശിലും അങ്ങനെ തന്നെ. അത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അത് കൂടുതൽ. കാരണം അതിൽപ്പെട്ട ഒരു കർണാടകത്തിലെ ഒരു മഹാനായ നേതാവ് കണ്ടില്ലേ, അയാളിപ്പം ഏതൊരു പെണ്ണിനെ കൊന്നിട്ട് ഇപ്പോൾ ജയിലിലാണ്. അയാൾക്കുള്ളത്ര ആരാധകർ. ബാംഗ്ലൂർ ഉള്ള എൻ്റെ മകൻ പറയുന്ന കേൾക്കുക തന്നെ വേണം. ഭയങ്കര ആരാധകരുള്ള നടനാണ്. ദർശൻ എന്നാണ് അവൻ്റെ പേര്. ഒരു പാവം പെണ്ണിനെ കൊന്നിട്ട് ഇപ്പം ജയിലിലാണ് ആ പുള്ളി. ഒരു കോളുണ്ട്, ശേഷത്തിലേക്ക്. ഹലോ ഹലോ ഹലോ. ആ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചക്കരക്കല്ല്. പറയൂ. മോളെ അറിയാണ്ടിട്ടാണ് ജോലിയുടെ കാര്യം. ഓക്കെ, പറയൂ. ഡേറ്റ് പറയൂ. 14/2/1998 രാവിലെ 9:55. രാവിലെ എത്ര മണിക്ക്? 9:55. മൂലനക്ഷത്രം. ഹലോ. 14/2/1998. ഓക്കെ. ഉത്തരം നക്ഷത്രം. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് മോളെ ജോലിയുടെ കാര്യം അറിയാണ്ടിട്ടേ. ജോലി ഇപ്പം നടക്കുന്നത് രാഹുദശയിൽ ശനിയുടെ അപഹാരമാണ്. വളരെയേറെ മോശമായൊരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. 2026 വരെ ഉണ്ടത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ
2 വർഷവും 2 മാസവുമുണ്ട്. അത് വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അപഹാരമാണ്. അതായത് രാഹുവിൽ ശനിയുടെ അപഹാരം അത് പൊതുവെ ഏറ്റവും മോശമായിട്ട് പറയുന്നു. അത് ആ സമയത്ത് ജോലി കിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ നല്ല ജോലിയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏത് കോഴ്സാണ് ചെയ്തത്? PG B.Ed ഒക്കെ കഴിഞ്ഞതാണ്. ഓ, PG കഴിഞ്ഞ് B.Ed കഴിഞ്ഞ്. അതെ. അതിനുശേഷം പിന്നെ ഇപ്പൊ ഏതിനു വേണ്ടിയാ ശ്രമിക്കുന്നത്? PSCക്ക് വേണ്ടിയിട്ടാണ് PSCക്ക്. അതിലൊക്കെ അവിടെയൊക്കെ ആണല്ലോ ഈ സമയത്തിന്റെ ഇടപെടൽ വരുന്നത്. സമയം ഈ PSC ഒക്കെ ഇന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല സമയമായിരിക്കണം. ഇതിപ്പോ പിന്നെ നമ്മൾ സമയം അത്രയും പഴച്ചു കിടക്കുന്ന സമയത്ത് PSC ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ നിരാശപ്പെടുത്തുന്നതല്ല, അത്രമാത്രം വെറുതെ നിങ്ങൾ മോഹിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം അത്രയധികം ആളുകൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടത്തെ പോലെ 1000 10,000 അല്ലല്ലോ, ലക്ഷങ്ങളല്ലേ ഒരേ സമയത്ത് ഒരു PSC ടെസ്റ്റ് എഴുതുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രമാത്രം കഠിനാധ്വാനം ചെയ്യണം. പിന്നെ വേണ്ട ആ ജാതകപരമായിട്ടുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളും ചെയ്യണം. അതിൽ ചിലപ്പോൾ ഒരു മാറ്റം വന്നേക്കാം. അത്തരത്തിലുള്ള വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുക. അങ്ങനെ കാണുന്നു, അതുകൊണ്ടാണ് അങ്ങനെ. വെറുതെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കാണാതെ ഇങ്ങനെയൊന്നും പറയില്ല. ഒന്നാമത് അങ്ങനെ നിരാശപ്പെടുത്തുന്ന വർത്തമാനമൊന്നും പറയാറില്ല ഞാൻ. പക്ഷെ ഇതിപ്പോൾ അങ്ങനെ പറയാതിരിക്കാനൊന്നും പറ്റില്ല. കാരണം വെറുതെ ഞാൻ മോഹിപ്പിച്ചിട്ട് അപ്പോൾ അത് വേണ്ട രൂപത്തിൽ അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഒരു മാറ്റം, അത് ഉറപ്പ് പറയുന്നില്ല, എങ്കിലും നമുക്ക് നോക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ മാത്രമല്ല, ആരോഗ്യ സംബന്ധമായിട്ട് ഈ സമയം വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വളരെയേറെ ഫുഡ് പോയ്സണൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കാൻ പറയണം. നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയണം. പിന്നെ ബോഡിക്ക് തന്നെ ഒരു ക്ഷീണം തോന്നും. വളരെ ചെറുപ്പക്കാരിയാണ്, അതൊക്കെ ശരി, എങ്കിൽ കൂടിയും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും. അതൊക്കെ ഈ സമയത്തിനുള്ളതാണ്. പിന്നെ വാഹനത്തിൽ നിന്നൊക്കെ ഇറങ്ങുകയോ കയറുകയൊക്കെ ചെയ്യുമ്പോൾ വളരെയേറെ അതും ശ്രദ്ധിക്കണം. കാലിനൊക്കെ എന്തെങ്കിലും വരുന്നതൊക്കെ, അപ്പോൾ അതൊക്കെ വളരെ. പിന്നെ സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾ വരുന്നത് സൂക്ഷിക്കണം. ഇതൊക്കെ കുറച്ചൊരു മോശമുണ്ട്. അത് ഈ 2 വർഷം കഴിഞ്ഞാൽ ദൈവം സഹായിച്ചിട്ട് ജോലിക്കുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുവരെയാണ് മോശമുള്ളത്. നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ എന്താണ്, ഈ ആരാധന ഉള്ള ആളുകൾക്ക് സങ്കടം തന്നെയാണല്ലോ. എന്നെപ്പോലെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കാനാവില്ലല്ലോ. MDയുടെ ഒരു വരിയുണ്ട്. എന്താണ്, ആരാധനയോടെ അടുത്ത് സൂക്ഷ്മതയോടെ വീക്ഷണം ചെയ്യുമ്പോൾ വിഗ്രഹങ്ങൾ വെറും കളിമൺ കോലങ്ങളാണെന്ന് കണ്ട് പിന്തിരിയേണ്ടി വരിക ജീവിതത്തിലെ മഹാദുരന്തങ്ങളിലൊന്നാണ്. നിൻ്റെ കാര്യത്തിൽ എനിക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ അതിൻ്റെ ആന്തരികാർത്ഥം പിടികിട്ടും. നമ്മൾ വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരാധനയോടുകൂടി നമ്മൾ അടുക്കുന്നു. പക്ഷെ സൂക്ഷ്മമായിട്ട് നമ്മൾ വീക്ഷിക്കുമ്പോൾ വിഗ്രഹങ്ങൾ, അത് അവിടെ ഈ നമ്മുടെ ഞാനൊക്കെ ആരാധിക്കുന്ന ദൈവവിഗ്രഹത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. വിഗ്രഹം എന്നുള്ള വാക്കിന് ആ അർത്ഥം എടുക്കരുത്. വിഗ്രഹങ്ങൾ വെറും കളിമൺ കോലങ്ങളാണെന്ന് കണ്ട് പിന്തിരിയേണ്ടി വരിക. നമ്മൾ വലിയ സംഭവമാണ് അയാൾ എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേ അയാളെപ്പോലത്തെ ഒരു തേർഡ് റേറ്റ് വ്യക്തിയില്ല എന്ന് നാം മനസ്സിലാക്കി നമ്മൾ സങ്കടത്തോടെ പുറകോട്ട് പോകുമ്പോൾ, നമ്മൾ മുൻകൂട്ടി തന്നെ ഒരാളെക്കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എങ്കിലും വിഷയം വരുന്നില്ലല്ലോ. വലിയ ഇപ്പോൾ നമ്മളെ
ഒരു പഠിപ്പിക്കുന്ന ഒരു PhD എടുത്തൊരു പ്രൊഫസർ അല്ലെങ്കിൽ നമ്മുടെ ഗൈഡ് വലിയ രൂപത്തിലുള്ള, സ്വാഭാവികമായിട്ടും അയാളുടെ കീഴിൽ റിസർച്ച് ചെയ്യുന്ന വ്യക്തി എന്താണ് വിചാരിക്കുക? ഇയാൾ വലിയ സംഭവമാണ്, ഡോക്ടറേറ്റൊക്കെ ഉള്ള മഹാനായ മനുഷ്യനാണ് എന്നൊക്കെയല്ലേ. അത്തരം വ്യക്തിയോട് അടുത്ത് പെരുമാറേണ്ടി വരില്ലേ? അപ്പോൾ അടുത്ത് പെരുമാറുമ്പോൾ അയാൾ വളരെ വളരെ ചീപ്പാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം എത്രയാണ്? അതാണ് അവിടെ ആ വിഗ്രഹം എന്നുള്ളതിൻ്റെ അങ്ങനെ എടുക്കണം. അതേപോലെയാണ് ഇപ്പം ഉള്ള നമ്മളെ ഈ മലയാള സിനിമയിലെ മഹാന്മാർ പലരും ഇത്തരം കളിമൺ കോലങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്നു. ഒരു വലിയ സംഭവമാണ് ധരിച്ചവർക്ക്. എന്നെ പോലെ ധരിക്കാത്തവർക്ക് വിഷയം വരുന്നില്ല. ഞാൻ പിന്നെയും പറയുന്നു, ആ ധരിക്കാത്തവർക്ക് വിഷയമില്ല. ധരിച്ച് വെച്ച പോയവർക്കാണ് ഇത് വലിയ ഇതായിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ കൂടിയും സിനിമ ഒരു വലിയ വ്യവസായവും കൂടിയല്ലേ, 10,000-കണക്കിന് ആൾ ജീവിക്കുന്നൊരു മേഖലയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് മോഹൻലാൽ ഇന്നലെ പറഞ്ഞ പോലെ നശിച്ചു പോയാൽ അത് വലിയ പ്രശ്നമാണ്. വലിയ ഭീഷണി നേരിടുന്നുണ്ട് സിനിമാ മേഖല. അത് പക്ഷെ അത് നശിച്ചു പോയാൽ അത് വലിയൊരു കുറേ പേരുടെ ചോറല്ലേ. സുരേഷ് ഗോപി പറഞ്ഞ പോലെ തീറ്റ, അത് പത്രക്കാരൻ്റെ തീറ്റ. അതല്ലാതെ ഈ ചോറാണല്ലോ, കുറേ പേരുടെ ഭക്ഷണമല്ലേ. ഇതിനെക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന 1000-കണക്കിന് ആളുകളില്ലേ, 10,000-കണക്കിന് ആളുകളില്ലേ. അവരുടെ കാര്യം കൂടി പരിഗണിക്കുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്ന് ചിന്തിച്ചു പോകുന്നു. പക്ഷെ ഇതങ്ങനെയൊന്നും തീരുന്ന ലക്ഷണമില്ല. പിന്നെ അതാണ്, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. ദാസാന്ന് പറഞ്ഞ പോലെയാണ്, ഓരോരുത്തർക്കും അതിൻ്റെ ഉയർച്ചയും താഴ്ചയും. ആരറിവൂ നിയതി തൻ ത്രാസ് പൊങ്ങുന്നതും താനേ താണുപോവതും എന്ന് കവി പറഞ്ഞത് ഓർമ്മ വരികയാണ്. ആരാണ് ഇത് നിശ്ചയിക്കുന്ന ആരാണ്? എനിക്കെന്താണ്, ഇനിയെല്ലാം വളരെ ഇഷ്ടം പോലെ പണം സമ്പാദിച്ചു, ധാരാളമായിട്ട് പേരായി, വലിയ ഫെയിമുണ്ട്, ബാങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ട്, പിന്നെയോ കൊട്ടാരം പോലത്തെ വീട്, കാറുകൾ യഥേഷ്ടം, എന്നിട്ടോ ഓടിപ്പോയി ജയിലിൽ കിടക്കുക. എന്താണ് അവസ്ഥ? ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. അവർക്ക്, അത്തരം വ്യക്തികൾക്ക്, സാധാരണ ഒരു മനുഷ്യന് അങ്ങനെ ജയിലൊന്നും കിടക്കുമ്പോൾ വലിയൊരു സബ്ജക്റ്റ് ആവില്ല. അതാണ് ചിലരൊക്കെ പറയുന്നില്ലേ നാട്ടും പുറത്ത്, എന്താ ജയിലെന്താ സ്ത്രീകൾക്ക് പ്രസവിച്ച് കിടക്കാനുള്ള സ്ഥലമാണോ, ആണുങ്ങൾക്കുള്ളതല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇവർക്കൊന്നും പറയാൻ കഴിയില്ല, അത്തരം വാക്കുകൾ. ഇവർക്ക് ജയിലിൽ നിന്നെല്ലാം പറയുമ്പോഴൊക്കെ തന്നെ ആകെ ഭയന്നിട്ട്, കാരണം അവർക്ക് ഇങ്ങനെ ഈ സുഖലോലുപരായി ജീവിച്ചു പോയി. ഇപ്പം നമ്മളൊക്കെ ഒരു കാലത്ത് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞവരായിരിക്കും. അതുപോലെയല്ല സിനിമ മേഖലയിലൊക്കെ പ്രത്യേകിച്ചും ഒരു ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് മിക്ക ആളുകളും ചെറുപ്പത്തിൽ തന്നെ അതിലേക്ക് ക്ലിക്കായി വരുന്നവരാണ്. അവർ പിന്നെ അങ്ങനെയുള്ള ഒരു പ്രത്യേക മായാലോകത്തിൽ എവിടെ പോയാലും ആളുകളുടെ ദൃഷ്ടി അവരിലേക്ക് പതിയുന്നു. അങ്ങനെ സെലിബ്രിറ്റി എന്നുള്ള പദവി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, വലിയ സംഭവമല്ലേ. അന്നേരമാണ് ഇങ്ങനെയുള്ള ഇടുത്തി പോലെ വന്ന് വീഴുന്നത് ഓരോന്ന്. അതാണ് താങ്ങാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഈശ്വരാരാധന വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാലദോഷം എന്നുള്ളത് ഒരു സംഭവമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചക്കരക്കല്ല്. പറയൂ. 23/5/1995. 21/5/23. 23
5/1995. സമയം സമയം 3 മണി വൈകുന്നേരം. 3 മണി. 3 മണി. ഓക്കെ. ആണാണോ പെണ്ണാണോ? പെൺകുട്ടിയാ. ഉത്രട്ടാതി. പൂരുട്ടാതി. വൈകുന്നേരം 3 മണിയല്ലേ പറഞ്ഞത്? വൈകുന്നേരം 3. വൈകുന്നേരം 3 എന്തോ നിങ്ങൾ പറഞ്ഞ് നോക്കട്ടെ. 23 അല്ലേ? 23/5. ഓക്കെ. പൂരട്ടാതി. പൂരട്ടാതി ആണെങ്കിലും മീനക്കൂറാണ്. എന്താണ് അറിയേണ്ട സബ്ജക്റ്റ്? ഒരു സ്വസ്ഥതയില്ലാതെ ഒരു ജീവിതം. രോഗം കൊണ്ടാണ്. രോഗം കൊണ്ട് കഴിഞ്ഞ 1.5 വർഷം കൊണ്ടാണോ ഈ ദോഷങ്ങൾ അനുഭവപ്പെടുന്നത്? ചെറുങ്ങനെ. അല്ല, ഈ ഏരശനിയുടെ ദോഷമാണെന്നാണ്. ഏരശനി തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. ഒരു ഗ്യാസിന്റെ എല്ലാം വല്ലാതൊരു കേടാണ്. അതെല്ലാം അല്ല, അതൊക്കെ ചെറിയ അങ്ങനെ മാരക രോഗമൊന്നുമല്ലല്ലോ, ചെറിയ രോഗങ്ങളല്ലേ. അതൊക്കെ കൃത്യമായിട്ട് അതിനെയൊക്കെ പരിഹരിച്ചു കൊണ്ടുവരാൻ കഴിയുമല്ലോ. അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ, അത് ചില ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക, അതൊക്കെയാണല്ലോ അതിൻ്റെ. തീരെ പറ്റാതെ ചില ഭക്ഷണങ്ങളുണ്ടാവും. അത് അതിനൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കൃത്യമായ ആളെ കണ്ടു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഡോക്ടർമാരുണ്ട്, അവരെ തന്നെ പോയി കാണണം. നാട്ടിലില്ല, അതാണ്. ഓ ശരി. ഗൾഫിലാണോ? അവിടെയും ഒരു ഹോസ്പിറ്റൽ, നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. ദുബായിലാണോ അതോ? ദുബായിലാണ്. ദുബായിലുണ്ടല്ലോ ഒന്ന്, അൽ റാഷിദോ അങ്ങനെയോ മറ്റോ പറയുന്ന ഒരു ഭയങ്കര പേര് കേട്ടൊരു ഹോസ്പിറ്റൽ. അവിടെ എല്ലാ തരത്തിലുള്ള, കുറച്ച് പൈസ കൂടുന്നല്ലേ ഉള്ളൂ. അത് ഇപ്പോൾ ഈ ഏരശനി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഈ കുട്ടി ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇല്ല, ചെറിയ കുട്ടിയുണ്ട് അല്ലേ? അപ്പോൾ ഏരശനിയുടെ ദോഷങ്ങളുണ്ട്. അത് പല രൂപത്തിൽ അനുഭവത്തിൽ വരുവാന്നുള്ള ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ വന്ന് ബാധിക്കുക എന്ന് പറയാൻ പറ്റില്ല, അതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പറയുമ്പോൾ നിസ്സാരമാണെങ്കിലും അവൾ വളരെയേറെ ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളിപ്പം വിളിക്കാൻ കാരണമായിട്ടുണ്ടാവുക. അപ്പോൾ ഇനിയും സമയം കൂടുതൽ പിഴക്കാൻ പോവുകയാണ്. ഏരശനിയുടെ ദോഷങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പം അത് രേവതി, ഉത്രട്ടാതി, പൂരട്ടാതി കാൽഭാഗം മീനക്കൂറുകാർക്കാണ് ഏരശനിയുടെ ശക്തിയുള്ള ദോഷങ്ങൾ അനുഭവിക്കാനിരിക്കുന്നത്. വരാൻ പോകുന്ന 2-3 മാസം കഴിഞ്ഞാലാണ് ആ മാറ്റം, രാശിമാറ്റം. അത് ശരിക്കും പറയുമ്പോൾ മാർച്ച് ആവും. പക്ഷേ എങ്കിൽ കൂടിയും അതിൻ്റെ വ്യത്യാസങ്ങൾ ഡിസംബറോടുകൂടി തന്നെ നമുക്ക് ആ ദോഷങ്ങൾ ശക്തി വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നിട്ട് ഒന്നുകിൽ നാട്ടിൽ വന്ന് അതിൻ്റെ വേണ്ട ചികിത്സയും പരിഹാരങ്ങളും ചെയ്യാൻ പറയണം. അവിടെയൊന്നും അങ്ങനെയുള്ള ഒരു 1-2 അമ്പലമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും യാതൊരു കാര്യവുമില്ല. കാരണം അവിടെയെല്ലാം അത്തരത്തിലുള്ള കർമ്മങ്ങളൊന്നും അല്ല. ഞാൻ ഒരുപാട് തവണ പോയ ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അമ്പലമൊക്കെ ഉണ്ട്. അപ്സ്റ്റെയറിലായിരുന്നു ഇത്രയും കാലം ഒരു അമ്പലം. ആ അമ്പലം താഴെ ഇറക്കി ദുബായിലുള്ള ആ അമ്പലത്തിലൊക്കെ ഞാൻ പോയതാ, സിന്ധിക്കാരുടെ. അപ്പം അതുകൊണ്ട് അവിടെ പോയാൽ ഉള്ള ഭക്തിയും കൂടി അങ്ങ് പോകും അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് വേണ്ട രൂപത്തിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മറ്റ് പരിഹാരങ്ങൾ വല്ലതും വേണമെങ്കിൽ എന്നെ വന്ന് കാണുക. പിന്നെ അവിടുത്തെ തൽക്കാലത്തേക്ക് അവിടെയുള്ള ഡോക്ടറെ ഒന്ന് പോയിട്ട് കാണുന്നത് നന്നായിരിക്കും. അധികം ഇങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ അവളോട് ഒരു ദിവസവും കാലുവേദന അങ്ങനെ അല്ല, മനസ്സിലായി എനിക്ക്. അത് തന്നെയാണ് ഏരശനി ഉണ്ടാക്കുന്ന വിഷയങ്ങൾ. കൃത്യമായിട്ട് അത് തന്നെയാണ് ശനിയുടെ സ്വഭാവം. അതിനി പിന്നെ
തുലാം മാസങ്ങളിൽ അത് വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവളോട് വേണ്ട രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അല്ലാതെ വേറെ ദോഷമൊന്നുമില്ല. അങ്ങനെയുള്ള അങ്ങനെയുള്ളൊന്നുമില്ല. ഇത് സമയദോഷം തന്നെയാണ്. അത് ഏറശനി ചില ആളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. അത് യാഥാർത്ഥ്യമാണ്. ഓക്കെ, ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പം തന്നെ നമ്മുടെ മോഹൻലാലിനെ തന്നെ നമുക്ക് വീണ്ടും എടുക്കാം. മോഹൻലാലിൻ്റെ സ്ഥിതി എന്താണ്? അദ്ദേഹത്തിന് പേരശനിയാണ്, രേവതി നക്ഷത്രക്കാരനാണ്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെച്ചു. കുറേ ദിവസം മിണ്ടാതിരുന്നു. അവസാനം ഇന്നലെ മിണ്ടി. പക്ഷെ മിണ്ടി നോക്കുമ്പോൾ എന്തൊക്കെയോ ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ നമ്മളെ സങ്കല്പത്തിലുള്ള മോഹൻലാലിൻ്റെ വർത്തമാനമൊന്നുമല്ല ഞാൻ കേട്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരാധകനല്ല. അതുകൊണ്ട് ഞാൻ യാഥാർത്ഥ്യബോധത്തോടുകൂടെ സംസാരിക്കുന്നു. ആരാധകന്മാർക്ക് ലാലേട്ടൻ ഭയങ്കര ഡയലോഗ് കാച്ചി എന്നൊക്കെ പറയാം. പക്ഷെ മോഹൻലാലിനെ കുറിച്ച് സിനിമയിലൊക്കെ മോഹൻലാൽ, രഞ്ജീവ് പണിക്കറൊക്കെ എഴുതി കൊടുത്ത എടഞ്ഞ കൊമ്പൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഡയലോഗൊക്കെ കാച്ചുന്ന മോഹൻലാൽ സിനിമയിലാണെങ്കിൽ നമ്മളതൊക്കെ അല്ലേ കേൾക്കുന്നത്. അപ്പോൾ അതേപോലെ അങ്ങനെ ഡയലോഗ് അടിക്കുന്ന മോഹൻലാൽ അത് മറ്റേവരെ എഴുതി കൊടുക്കുന്നതാണ്. അപ്പോൾ എഴുതി കൊടുക്കുന്നയാളെ കാര്യം അതിലേറെ കഷ്ടമായിട്ടുണ്ട്. അത് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന വ്യക്തി, അപ്പോൾ ഇദ്ദേഹത്തിന് സ്റ്റേജിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പത്രക്കാരെ ഫേസ് ചെയ്യുമ്പോൾ, അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ പവറൊന്നും നമുക്ക് ഇന്നലെ കാണാൻ പറ്റില്ല. അതിൻ്റെ നേല് പോലും കണ്ടില്ല. അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം അയാളെയും ഏരശനി ബാധിച്ചിരിക്കുന്നു. അയാൾ ആകെ സമ്മർദ്ദത്തിലാണ്. ഈ സമ്മർദ്ദത്തിലുള്ള മനുഷ്യനിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് സമ്മർദ്ദമില്ല, സ്ട്രെസ്സില്ല, ടെൻഷനില്ല, ഫ്രസ്ട്രേഷനില്ല. ഇതൊന്നും ഇല്ലാതെ കൊണ്ടാണ് ഫ്രീ ആയിട്ട് ചിരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്. ഞാൻ ഇതിന് അടിപ്പെട്ടിട്ടാണ് ഉള്ളതെങ്കിൽ എൻ്റെ പല എപ്പിസോഡിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ സ്ഥിരമായി കാണുന്നവർക്കറിയാം ഇന്ന് ഇന്ദുലാലിൻ്റെ പെർഫോമൻസ് പോരല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിൽ പല പ്രാവശ്യം തോന്നിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമല്ലോ. ആർക്കും അങ്ങനെ രാമന് പോലും അത് അങ്ങനെ സാധിച്ചിട്ടില്ലല്ലോ, കൃഷ്ണന് സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് ഓരോരോ സങ്കടങ്ങളും അവതാര പുരുഷൻ പിന്നെ അവതാരങ്ങളെ കൊണ്ട് കീർത്തിക്കപ്പെടേണ്ടവനാണ് ദൈവം എന്നാണ് വേദത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ പൂർണ്ണാവതാരമായ കൃഷ്ണന് പോലും സങ്കടങ്ങളുടെ കടൽ ഉണ്ടായി എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് മനുഷ്യജന്മം എടുത്താൽ അവതാരമായിട്ട് എടുത്തിട്ട് പോലും അവർക്കൊന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല. യേശുവിനെ രക്ഷപ്പെടാൻ പറ്റിയോ? അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. പ്രവാചകനായ നബി ഗുഹയിൽ ഒളിക്കേണ്ടി വന്നില്ലേ? അതിങ്ങനെ എല്ലാ ജന്മങ്ങൾക്കുള്ളത് തന്നെയാണത്. അതിൽ നിന്നും ആർക്കും മോചനമില്ല. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അത് ഈ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകതയാണ്. അതാരായാലും വിധേയനായേ പറ്റുള്ളൂ. അതേപോലെയാണ് മനുഷ്യൻ്റെ മൂഡിൻ്റെ ചേഞ്ചും അങ്ങനെ തന്നെയാണ്. ചില ദിവസത്തിലും വല്ലാതെ മൂഡുണ്ടാവും, ചില ദിവസം മൂഡ് കുറയും. അതൊക്കെ സർവ്വസാധാരണമായ സംഗതിയാണ്. പക്ഷെ ഇപ്പം ഈ ഏരശനി പിടിച്ചതുകൊണ്ട് നമ്മളെ ലാലേട്ടൻ്റെ സ്ഥലം കുറച്ച് മോശമായി. ഒന്നും പറയാനൊന്നും ആവുന്നില്ല. നമ്മളാ ഒരു നെഞ്ച് വിരിച്ച് ലാലേട്ടൻ എന്നെല്ലാം പറയുന്നില്ലേ, അതൊന്നും ഇല്ല. അതാണ് ഉദ്ദേശിച്ചത്. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂർ. പയ്യന്നൂർ പറയൂ സാർ. ഡേറ്റ് പറയൂ. 7/8/2005. 7/8/2005. സമയം
8 മണി 8 മണി 8 മണി. രാത്രിയാണോ പകലാണോ? രാത്രി. ആരാണ്? ആണാണോ മോള് പെണ്ണ് 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 പെണ്ണ്. ആ, നിങ്ങളുടെ മകളാണല്ലേ? ആ പൂര നക്ഷത്രം. ആ അതെ അതെ. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് അവളെ ഭാവിനെ പറ്റി. ഭാവിയെ കുറിച്ച്? ഓ, പഠിക്കുന്നതിന് പഠിപ്പെല്ലാം നല്ല നല്ല പോകുന്നില്ലേ? ഇപ്പൊ PSC ക്ലാസ്സിനാണ്. ഓ, PSC ക്ലാസ്സിന് പോകുന്നുണ്ട് അല്ലേ? PSC. ആ, PSCക്ക് പോകുന്നുണ്ട്. സമയം എങ്ങനെ? സമയം ഇവിടെ ഇപ്പോൾ ചന്ദ്രദശ തുടങ്ങിയിട്ടുണ്ട്. ചന്ദ്രന് വേണ്ടത്ര ബലമില്ല. അതുകൊണ്ട് തന്നെ ദേവി ഭക്തിയുള്ള കുട്ടിയാണോ? ഭക്തി ഭക്തിയുണ്ട്. ആ, ഭക്തി ഉണ്ടെങ്കിൽ ഈ ചന്ദ്രനും ബലമില്ലാതെ ചന്ദ്രനാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ഭയം പോലെ ഉണ്ടോ അവക്ക്? ആ, അത് കോളേജിൽ നിന്നെല്ലാം മതിയാക്കിനി 1 കൊല്ലം പഠിച്ചിട്ട്. ആ, അതാണ് അങ്ങനെയൊക്കെ കാണുന്നു ഇവിടെ. അത് വേറെ വല്ല കാരണവും ഉണ്ടായിരുന്നോ അതിന്? അത് വേറെ അത് തന്നെ, അതാണ് ഇവിടെ കാണുന്നത്. അതാ ഞാൻ ചോദിച്ചത്. കറക്റ്റാണല്ലോ. ഒട്ടും പറ്റാതെ ഒരുത്തനെ കയറി അങ്ങോട്ട് അടുപ്പായി. ആ, അങ്ങനെ പഠിപ്പ് നിർത്തേണ്ടി വന്നു. അല്ല, അതിങ്ങനെ ഈ എന്താ പറയാ, ഈ ചക്കയുടെ ഇതിൽ കുടുങ്ങിയ പോലെ കുടുങ്ങി കിടക്കുന്നുണ്ടോ? അടന്നില്ലേ, അവരെ വീട്ടിലെന്നില്ലേ ഇപ്പൊ? ഓ, ആ ശരി, അവരെ വീട്ടിലെന്നില്ലേ, ഓന്റെ വീട്ടിലെന്നില്ലേ? ഭഗവാൻ, അതിൽ കുടുങ്ങി കിടക്കുകയാണല്ലേ. അപ്പൊ പിന്നെ പറയണ്ട. പിന്നെ എന്താണ് ഇപ്പം ഇനിയിപ്പോ എന്താണ് മുമ്പോട്ടുള്ള? അതൊന്നും വലിയ ഗുണത്തിലല്ല കാണുന്നത്. ഇപ്പൊ തന്നെ മടുത്തിട്ടാണ് ഉള്ളത്. അത് ഇവിടെ കാണുന്നു സാർ, ഞാനത് കാണുന്നു. എന്തെങ്കിലും കാണാതെ ഞാൻ പറയോ? ഇപ്പം തന്നെ പോയല്ലോ എന്നായി. കോളേജിൽ സിവിൽ എഞ്ചിനീയർ എടുത്തിനാട. ഭഗവാനെ, 1 കൊല്ലം മാത്രം. അതെ, മനസ്സിലായി. 10 ഫുൾ A+ എല്ലാം കിട്ടിയാണ്. എല്ലാം മനസ്സിലാവുന്നു. എല്ലാം അതൊക്കെ ജാതകാലുള്ള ദുർവിധികളാണ്. അതിനൊന്നും മാറ്റം വരില്ല. സൂര്യദശയിലാണ് സംഭവിച്ചത്. സൂര്യൻ വളരെയേറെ പിഴച്ച കുംഭലഗ്നക്കാർക്ക് സൂര്യദശ വളരെയേറെ കുഴപ്പമാണ്. ഈ ബന്ധം നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സങ്കടമോ സന്തോഷമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ബന്ധം നിലനിൽക്കില്ല എന്നാണ് ഞാൻ കാണുന്നത്. അതങ്ങനെയാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങൾ ആ സംഭവം ഞാൻ എന്തെങ്കിലും കാണാതെ ഞാനൊന്നും പറയില്ലല്ലോ. അപ്പോൾ നിങ്ങളത് മനസ്സിൽ വെച്ചുകൊള്ളുക. ഇപ്പോൾ അത് എന്നാണ് അതിൻ്റെ കാലഘട്ടമെന്നൊന്നും പറയാൻ ഞാനിപ്പോൾ തൽക്കാലം തയ്യാറാവുന്നില്ല. അത് നിൽക്കില്ല. കോളേജിൽ പോകുമ്പോൾ പറ്റിയതാണ്. അല്ല, അത് വരുന്ന സർവ്വസാധാരണ. അതിപ്പോൾ നമ്മളെ കാലത്ത് എന്താ, അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പണ്ട് കൃഷ്ണന്റെ കാലത്തേ ഇല്ലേ ആദ്യത്തെ കാമുകൻ കൃഷ്ണൻ, അതിനു മുമ്പേ ശിവനല്ലേ. അത് പ്രപഞ്ചത്തിന്റെ ഭാഗം തന്നെയാണ്. അതിലൊന്നും പറയാനില്ല. ഇപ്പം പിന്നെ അത് സർവ്വസാധാരണമായി. പണ്ടൊക്കെ നമ്മളൊരു കത്തൊക്കെ പെടുന്ന പാട്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ പരിപാടി എളുപ്പം കഴിയല്ലോ. പ്രപ്പോസൽ ചെയ്യാൻ എളുപ്പം കഴിയല്ലോ ആർക്കും. നമ്മളെ കാലത്തൊക്കെ ഒരു കത്ത് കൊടുക്കാൻ പെട്ട പാട്. ഇരട്ട പ്രസവിക്കുന്ന ബുദ്ധിമുട്ടാ. ഒരു ഇരട്ട പ്രസവിച്ച സ്ത്രീയോട് ചോദിച്ചു നോക്ക്, എന്തായിരിക്കും അവളുടെ ഒരു വിഷമം.
അതേപോലെയാണ് ഒരു കത്ത് കൊടുക്കണമെങ്കിൽ എന്ന സാധനത്ത് ഇന്നിപ്പം എല്ലാം തീർന്നില്ല ഒന്ന്. അപ്പം അതുകൊണ്ട് അതൊക്കെ സാധാരണമായ കാര്യം തന്നെ. നിങ്ങളെ മോളെ ഞാനൊട്ട് കുറ്റം പറയുന്നുമില്ല, ഇവളെ ജാതകത്തിൽ അത് വിധിയുമാണ്. പക്ഷേ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ചില കുട്ടികൾക്കത് വളരെയേറെ ഗുണപ്രദമായിട്ട് വരാറുണ്ട്. ഇവിടെ അങ്ങനെ ഗുണപ്രദമായിട്ടല്ല കാണുന്നത്. അത് രണ്ടും നമ്മൾക്കിവിടെ നോക്കിയാൽ തിരിയും. അത് ഈ കുട്ടിക്ക് ഗുണമായിട്ട് വരുമോ അത് ദോഷമായിട്ട് വരുമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അത് ദോഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് എന്ന് നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഏതായാലും പിന്നെ ഇപ്പം അച്ഛനും അമ്മയായിട്ട് ബന്ധമൊക്കെ ഇല്ലേ? ആ, ലളിതാ സഹസ്രനാമം വായിക്കാൻ പറയുക. അങ്ങനെ ദേവിയെ ആരാധിക്കാൻ പറയുക. ഒന്ന് പറ്റുമെങ്കിലും മൂകാംബികയിലും പോകാൻ പറയുക. ഓക്കെ. ബാക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേരിട്ട് വന്ന് കാണുക. കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേരിട്ട് അവളുമായിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്നെ കാണുക. ഓക്കെ. പിന്നെ അവളോട് സംസാരിക്കുമ്പോൾ മാത്രമല്ലേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ജ്യോതിഷത്തിൻ്റെ അകത്തും തെറ്റ് വരാലോ. അപ്പോൾ ഞാനിവിടെ പറയുന്ന 100% അങ്ങോട്ട് അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് ജ്യോതിഷത്തിൽ. അത് പണ്ട് അച്ഛൻ ശിവൻ സുബ്രഹ്മണ്യനെ ശപിച്ചതാ. അച്ഛൻ ചട്ടിയെടുത്ത് നടക്കുമെന്ന് പറഞ്ഞു, തലയോട് എടുത്തിട്ട്. അതിൽ നീ പറയുന്ന എല്ലാം ബലിക്കാതായിപ്പോട്ടെ മറ്റേ ശപിച്ചു കളഞ്ഞു ശിവൻ. അപ്പോൾ ആ ശാപം എനിക്കും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാ ജ്യോത്സ്യനും ആ ശാപം ഇങ്ങനെ ഉണ്ടാവുമെന്നാണ്. അത് ശിവനല്ലേ ശപിച്ചത്, മഹാദേവനല്ലേ. അപ്പോൾ ആദ്യത്തെ ജ്യോത്സ്യൻ സുബ്രഹ്മണ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ആ പരമ്പരയിൽ ഞാൻ പാരമ്പര്യമൊന്നും ഇല്ലെങ്കിലും ഞാനും ആ 27 കൊല്ലമായിട്ട് ഈ പണിയെടുക്കണമെങ്കിൽ എനിക്കും എന്തോ വിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വിധിയുള്ള ഞാൻ ആ ശാപത്തിന് അർഹനാണല്ലോ ശിവൻ്റെ. അതുകൊണ്ട് ചിലപ്പോൾ ഒക്കാതെ പോകട്ടെ, അല്ല ഇത് ഒക്കാതെ പോകട്ടെ എൻ്റെ വർത്തമാനം. ഏതായാലും നിങ്ങൾ അച്ഛനും മോളെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. കേട്ടിട്ട് വന്ന് എനിക്ക് തന്നെ സങ്കടമാകുന്നു. കാരണം ആകെ 19 വയസ്സേ ഉള്ളൂ, മുഴുവൻ A+ മേടിച്ച പെൺകുട്ടിയാണ്. എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോഴാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത്. കേട്ടിട്ട് തന്നെ നമുക്ക് വല്ലാതാവുന്നു. നമ്മളൊരു ദുഷ്ടനൊന്നും അല്ലപ്പോൾ, അതുകൊണ്ട് ഇങ്ങനത്തെ കേൾക്കുമ്പോൾ സങ്കടമാവും. ചിരിക്കുന്നു നോക്കണ്ട. അല്ല, നമ്മളങ്ങനത്തെ ഒരു ദുഷ്ട മനസ്സൊന്നുമല്ല. ദുഷ്ട മനസ്സുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കില്ലല്ലോ. ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏതായാലും നിങ്ങൾ ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഈ സമയത്തിൻ്റെ ദോഷവും എല്ലാ വ്യക്തികൾക്കും അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ സമയദോഷം ഒരു പരിധിവരെ ഇപ്പം സിനിമക്കാർക്കാണ് ബാധിച്ചിട്ടുള്ളത്. അതിൽ ചിലരെ കൊണ്ട് നമുക്ക് മുൻകൂട്ടി ഒരു കൺസെപ്റ്റ് ഉണ്ടാവും, ഒരു കാഴ്ചപ്പാടുണ്ടാവും, അയാൾ അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ വേറെ ചിലർ പരമയോഗ്യന്മാരായിട്ട് നടിക്കുന്നവരുണ്ട്. ഞാനൊന്നും ഒരിക്കലും യോഗ്യനായിട്ട് നടിച്ചിട്ടേ ഇല്ല സത്യമായിട്ടും. അങ്ങനെ ഒരു കൃത്രിമമായ ഒരു ഇമേജ് ഉണ്ടാക്കാനൊന്നും യാതൊരു തരത്തിലുള്ള, ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു ഞാനൊക്കെ. അതേസമയം അന്നും എൻ്റെ കൂടെ പഠിച്ചവർ പോലും അവരങ്ങനെ നീ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ടീഷർട്ടൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ച ആളൊക്കെ ഉണ്ട്. അതായത് അതൊക്കെ പിന്നെ മറ്റുള്ളവരുടെ ഇടയിൽ തെറ്റായ മെസ്സേജ് കൊടുക്കും എന്നൊക്കെ എന്നെ ഉപദേശിച്ച ആളൊക്കെ ഉണ്ട്. 2 കല്യാണം കഴിഞ്ഞ് 2ഉം പൊളിഞ്ഞു പോയി, ആർക്കും വേണ്ടാതെ ഇപ്പോൾ തെണ്ടുക. ഈ ഭയങ്കര ഉപദേഷ്ടാവായിരുന്നു അയാൾ. ഞാൻ ടീഷർട്ട് ഇടുന്നതിനാ ഉദ്ദേശിച്ചത്. അപ്പോൾ അന്നത്തെ കാലത്ത്, ഇന്നല്ല, സംഭവം 40 കൊല്ലം മുമ്പെയാണ്. അയാളെ കണ്ണിൽ അതുപോലെ അയാളിങ്ങനെ ഇസ്തിരിപ്പൊക്കെന്ന് പറയും, ഒരു ഇത്രയുള്ള വെളിച്ചെണ്ണ തലയിൽ അങ്ങ് തേച്ച് അതിങ്ങനെ പറ്റിച്ച് വെച്ച്
അതിങ്ങനെ മുടിയൊക്കെ എപ്പോഴും എപ്പോഴും ചീർപ്പെടുത്ത് ഇങ്ങനെ അതായത് ഇമേജിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളെ സ്വഭാവ രീതിയാണതൊക്കെ. അതിന് നമ്മളെ ഭാഷയിൽ പണ്ട് അത്തരക്കാരെ ഇസ്തിരി പൊക്കൻ എന്ന് പറയും. ഇവരുടെ പ്രത്യേകത, ഇവർക്ക് ഒരു സംഘർഷം വന്നാൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരെ നമ്മൾ ഓടിക്കണമെങ്കിൽ ഇവരെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി. ഇവരെ അടിക്കൊന്നും വേണ്ട, ഇവരെ തല്ലൊന്നും വേണ്ട. അവർക്കത് സഹിക്കാൻ കഴിയില്ല. അവർ ഇസ്തിരി പോകുന്ന കാര്യം അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ ഒന്ന് ഓടിച്ചു വിടണമെന്നുണ്ടെങ്കിൽ അവരുടെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മളെ നാടൻ ഭാഷയിൽ പെരക്കുക എന്ന് പറയും. മുടി പെരക്കിയാൽ മതി, ഓടിക്കോളും. കാരണം അവർക്ക് അങ്ങനെ ഒരു സാഹചര്യത്തെ അവർ ഫേസ് ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് അത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. ഒരു ടീഷർട്ട് ഇട്ടതിന് എന്താണ്, ഇത് നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു ടീഷർട്ട് ഇട്ടതിന് ഉപദേശിക്കാൻ വരിക എന്ന് പറയുമ്പോൾ ഇന്നും അത്തരക്കാരുണ്ടാവും. വെറുതെ അയാൾക്ക് പക്ഷേ സ്നേഹം എന്തെന്ന് അയാൾക്കറിയില്ല. അതുകൊണ്ടാണല്ലോ മുകേഷിനെ പോലെ 2 ഭാര്യമാരും വിട്ടുപോയത്. 2 കല്യാണം കഴിഞ്ഞ് 2ഉം പൊളിഞ്ഞു പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് 2 സ്ത്രീകളും അങ്ങനെ വിട്ടങ്ങ് പോയത്? അപ്പോൾ കരുണയില്ല, സ്നേഹമില്ല. എന്നിട്ട് പുറത്ത് ഇമേജാണ്, വെള്ളയും ഇട്ട് നടക്കുക, വളരെ യോഗ്യനായിട്ട് നടക്കുക, എപ്പോഴും തലയൊക്കെ ചീകി വെച്ച് നല്ല വെളിച്ചെണ്ണ കൂട്ടിയിട്ട് അങ്ങനെ നടക്കുക. പക്ഷേ ഉള്ളു കാണുന്ന ആളാരാണ്? അത് മേലെയുള്ള ശക്തി. ആ ശക്തിയല്ലേ തീരുമാനിക്കുക. ആ ശക്തിയുടെ മുമ്പിൽ അതിൻ്റെ കണ്ണ് കെട്ടാൻ പറ്റുമോ? എത്ര വലിയ യോഗ്യനായിട്ട് പുറത്ത് നടിച്ചാലും അതിനറിയാമല്ലോ ഇവൻ ആരാണെന്ന്. അതാണല്ലോ ഓരോ സമയത്തും കൊടുക്കേണ്ട പണി കൊടുക്കുന്നത്. അത് ഉള്ളു നന്നാക്കി വെച്ചാൽ എന്ത് പണി എത്ര കിട്ടിയാലും അയാൾ വീണു പോവില്ല. അയാൾക്കിട്ട് പണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, പണിയൊക്കെ ഇഷ്ടം പോലെ അയാൾക്ക് കിട്ടും. പക്ഷെ ഉള്ളു നല്ലതാണെങ്കിൽ ആ മേലെയുള്ള ശക്തി അയാളെ കൂടെ നിൽക്കുകയും അയാളെ തള്ളക്കോഴി അതിൻ്റെ ചെറിയ കോഴിക്കുട്ടികളെ പരുന്തിൽ നിന്ന് രക്ഷിക്കുന്ന പോലെ അയാളെ പൊതിഞ്ഞ് രക്ഷിക്കുകയും ചെയ്യും. അതാണ്. ഇവർക്കൊന്നും ഇപ്പോൾ ഇല്ലാതെ ഈ കരുണയില്ല. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ദൗർബല്യങ്ങൾ അതില്ലാതെ മനുഷ്യനില്ലല്ലോ. സ്ട്രെങ്തിൻ്റെ ഓപ്പോസിറ്റല്ലേ വീക്ക്നെസ്. ഇപ്പോൾ സ്ട്രെങ്ത് ഉള്ളവരായിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ടും ഇങ്ങനെ ഉള്ള സിനി മേഖലയിലൊക്കെ വലിയ രാജാക്കന്മാരായി മാറുന്നവരൊക്കെ നല്ല സ്ട്രെങ്ത് ഉള്ളവരായിരിക്കും. പല വിധത്തിലുള്ള കഴിവുകളും ശക്തികളും ഒക്കെ ഉള്ളവരായിരിക്കും അവർ, തീർച്ചയായിട്ടും. അത് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സാധാരണക്കാരനൊന്നും അവിടെ പോയിട്ടൊന്നും ബലസി ആളാകാൻ പറ്റില്ല. അങ്ങനെ ഒരു മേഖലയാണത്. ഇതിലൊക്കെ അങ്ങനെ പറ്റും, പക്ഷെ മറ്റേ ഇതിലൊന്നും സാധിക്കില്ല. അപ്പോൾ ഇവിടെ വിഷയം വന്നത് എന്താണ്? കരുണയില്ലായ്മയാണ്. ഇവർക്ക് ഈ ദൗർബല്യങ്ങളെക്കാളും ദോഷമായിട്ട് ഞാൻ കാണുന്നത് കരുണ. അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞ കരുണ വേണം. നാരായണ ഗുരു ദൈവത്തെ കരുണാകരായ എന്ന് മാത്രമാണ് വിളിച്ചത്. അപ്പോൾ ആ കരുണയില്ലാത്തവനാണ് വീണു പോവുക. അവനെ ചവിട്ടിത്താത്തു തന്നെ ചെയ്യും കാലം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളേവർ കരുണയുള്ളവരാവുക. ദൗർബല്യങ്ങളും കുഴപ്പങ്ങളൊക്കെ സ്വാഭാവികമല്ലേ. കരുണയില്ലെങ്കിൽ പെട്ടുപോകും. ഞാൻ മൊത്തം വാച്ച് ചെയ്തിട്ട് അതാണ് ഞാൻ എത്തിയ നിഗമനം. അതുകൊണ്ട് ഏതായാലും ഇന്നത്തെ ഇത് പറയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് തൃശ്ശൂരചന്ദ്രാഹിതരെ മഹാവിഷവാഹിനി മഹേശ്വരി സ്വരൂപേണ നാരായണ മയൂരകൊക്കുട വൃതേ കഴിഞ്ഞു. ഇനി പറയേണ്ടത് ശംഖചക്രഗദാശാർഗ ഗൃഹീതപരമായി ഇത് പ്രസീത, അതും കഴിഞ്ഞു. ഇനി ഗൃഹീതോഗ്ര മഹാജക്തി ദംശോദിത വസുന്ധര വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ. ഇതാ തേറ്റ കൊണ്ട് പന്നിയുടെ രൂപത്തിൽ മഹാവിഷ്ണു ഭൂമിയെ, ഈ വസുന്ധര എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഉയർത്തിയതാണ് എന്ന് ഈ പുരാണത്തിലുള്ള പരാമർശമാണ്. അപ്പോൾ വരാഹരൂപിണിയായിക്കൊണ്ട് ദേവി
ഗൃഹീതോഗ്ര മഹാജക്തി, ഉഗ്രമായി മഹത്തായിരിക്കുന്ന ചക്രത്തെ ധരിച്ചിരിക്കുന്നവളെ, തേറ്റകൾ കൊണ്ട് ഉയർത്തിപ്പിടിക്കപ്പെട്ട ഭൂമിയോട് കൂടിയവളെ. അതിൻ്റെ ഈ പറയുന്ന വരാഹരൂപത്തിൻ്റെ പെൺരൂപമായിട്ട് കൂട്ടുക. വരാഹം അവിടെ പന്നിയുടെ മഹാവിഷ്ണു പന്നിയുടെ രൂപത്തിൽ വന്ന് തേറ്റ കൊണ്ട് ഭൂമിയെ ഉയർത്തി. ഇത് ചിന്തക്കൊന്നും നമ്മൾ അങ്ങനെ യുക്തി കൊണ്ടൊന്നും ചിന്തിക്കണ്ട, പുരാണ കഥയാണ്. അപ്പോൾ അതിൻ്റെ ദേവീ സങ്കല്പത്തിലേക്ക് മാറ്റുകയാണ് ഇവിടെ. ഉഗ്രമായി മഹത്തായിരിക്കുന്ന ചക്രത്തെ ധരിച്ചിരിക്കും, തേറ്റകൾ കൊണ്ട് ഉയർത്തിപ്പിടിക്കപ്പെട്ട ഭൂമിയോട് കൂടിയവളെ, വരാഹമൂർത്തിയുടെ രൂപത്തോട് കൂടിയവളെ. അതാണ് സർവമംഗളേ, അല്ലയോ നാരായണി നിന്തിരുവടിക്ക് നമസ്കാരം. ഇതാണ് ഈ വരികളുടെ അർത്ഥം. അതായത് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയ മട്ടിലുള്ള അർത്ഥം മാത്രമാണ് ഇത് പറയുന്നത്. ഇതിനൊക്കെ വലിയ താന്ത്രികമായിട്ടൊക്കെ വലിയ ഇത്തരം ഗ്രന്ഥങ്ങളിലും, അത് ലളിതാശ്രമാവട്ടെ, പിന്നെ ദേവീ മഹാത്മ്യമാവട്ടെ, അങ്ങനെയുള്ള ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതിലേക്കൊന്നും നമുക്ക് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിലൊന്നും കടക്കേണ്ട കാര്യവുമില്ല. അത്തരം കടക്കാനുള്ള മഹാപാണ്ഡിത്യമൊന്നും എനിക്കുമില്ല. ഞാനിതിങ്ങനെ ഈ ചൊല്ലിയപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ചൊല്ലിയപ്പോൾ എനിക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റി. അത് നിമിത്തം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ സ്വന്തം അനുഭവമാണ് എല്ലാത്തിനും മീതെ കിടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ സ്വന്തം അനുഭവം ഇല്ലാത്ത വ്യക്തിക്ക് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാനോ പറയാനോ ഒന്നും സാധിക്കില്ല. അപ്പം ഞാൻ പറയുന്നതൊക്കെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ്. അത് കൊണ്ട് തന്നെ അതിനെ ഉൾക്കൊള്ളുന്നവരുണ്ട്. അത് സത്യമാണ്, ഇങ്ങനെ അയാൾക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അയാളെന്തോ ദൈവിക വിഷയത്തിൽ നമ്മളിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തനായിക്കൊണ്ട് അയാൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് അയാൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം. അത് നേരിട്ട അനുഭവമാണല്ലോ. അപ്പോൾ ഈ ഗ്രന്ഥമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ് എന്നൊക്കെ പറഞ്ഞറിവല്ലേ പലർക്കും ഉള്ളൂ. ഇതൊക്കെ നിത്യം പാരായണം ചെയ്യുന്ന കഴിഞ്ഞ 26 വർഷമായിട്ട് സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്നുണ്ട് ഞാനിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഏതായാലും നിങ്ങളും അതിനെ പറ്റിയ ആളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ എങ്ങനെയാണ് ചൊല്ലുക എന്നൊക്കെ മനസ്സിലാക്കി അതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുക. ഈ നേരത്തെ പറഞ്ഞ പോലെ കരുണയുള്ളവരാവുക. എങ്കിൽ ആരെയും ദ്രോഹിക്കാനൊന്നും അങ്ങനെ തോന്നില്ല. ആത്യന്തികമായി ഇതെല്ലാം ദ്രോഹമായിട്ടല്ലേ വന്നിട്ടുള്ളത്. അത് പെണ്ണിനെ ആയാലും ശരി, ആരെയായാലും ശരി, ദ്രോഹിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ് ശ്രദ്ധിക്കുക. ദൗർബല്യങ്ങൾ ദൈവം മാപ്പാക്കും, ദ്രോഹമൊന്നും മാപ്പാക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദൗർബല്യം വന്നു പോയി, അതെല്ലാം ദൈവത്തിൻ്റെ കോടതിയിൽ മാപ്പ് കിട്ടുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ പരദ്രോഹം നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കേണ്ടി വരും. അതാണ് സിനിമാ മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറയുന്നു. എന്നെ നേരിട്ട് കാണണമെങ്കിൽ ബുക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന 9388504419 എന്നുള്ള ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വരാം. അല്ലാത്തവർക്ക് ഇത് ഓൺലൈനിൽ വിവരങ്ങൾ അറിയാം. വാട്സാപ്പ് വഴി ഡേറ്റും ടൈമും അയച്ച് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ടും അറിയാം. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.